നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സർ, ഈ പി ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതങ്ങനെ ഇങ്ങനെ ഒന്നും തന്നെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം പി ദിവ്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. തനിക്കെതിരെ ഉണ്ടായ വ്യാജ വാർത്തകൾക്കെതിരെ കൃത്യമായി നടപടി സ്വീകരിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അതിന് താഴെ നിരവധി കമന്റുകൾ വരികയാണ്, പിന്തുണച്ചും അല്ലാതെയും ഒക്കെ തന്നെ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അതിൽ പറയുന്നുണ്ട്, അപ്പോൾ താങ്കൾക്കും മാനാഭിമാനമുണ്ട്, അപ്പോൾ താങ്കൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ പോലീസ് കേസുമായി മുന്നോട്ട് പോകാൻ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവീൻ ബാബു അനുഭവിച്ച ആ വേദന അപ്പോൾ എന്താകുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഗൂഢാലോചനയാണോ ദിവ്യ നടത്തിയത് എന്നറിയാനായി ദിവ്യയുടെ പേഴ്സണൽ ഫോൺ പരിശോധിച്ചു എന്നൊക്കെ തന്നെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായിരിക്കാം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച്? ഒന്ന്, നമുക്ക് ഇപ്പൊ ഞാനൊരു കൊലപാതകയാണ് എന്ന് തന്നെ കോടതികൾ വിധിച്ചു, തെളിഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ജയിലിലേക്ക് പോകുമ്പോൾ എനിക്കുണ്ട് അവകാശങ്ങൾ. ആ അവകാശത്തെ ഹരിക്കുന്ന രീതിയിൽ ആർക്കും ഒന്നും ചെയ്യാനുള്ള അധികാരമില്ല, അവകാശമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ മാത്രമാണ് അവിടെ. ഒരു ചെറിയ നമ്മൾ ഈ വിഷയം ഒരുപാട് തവണ ചർച്ച ചെയ്തു. അങ്ങനെ പെട്ടെന്നൊന്നും മറഞ്ഞു പോകേണ്ട വിഷയമല്ലത്. കേരള പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും വലിയ തോതിൽ പ്രഹരമേൽപ്പിച്ചൊരു വിഷയമാണ്. അപ്പോൾ അതിപ്പോൾ കോടതിക്ക് മുന്നിലാണ്. പക്ഷെ കോടതിക്ക് മുന്നിലായതുകൊണ്ട് വളരെ ഞാൻ എത്രയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള ചില ദുഷ്ടലാക്കോടെയുള്ള ചില വാക്കുകൾ ഞാൻ കണ്ടിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിൽ ഒരാളെ വളരെ തരം താഴ്ന്ന രീതിയിൽ പറഞ്ഞത്. ഒരുപക്ഷെ ദിവ്യയുടെ പ്രസംഗം സതുദ്ദേശപരമെന്ന് ദിവ്യ പറഞ്ഞ പ്രസംഗം അത് അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരാളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി താറടിക്കേണ്ടതുണ്ടോ എന്ന് ഈ സാക്ഷര കേരളം ചിന്തിക്കണമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു. അത് അതിരൂക്ഷമായ രീതിയിൽ പറഞ്ഞു. പി സി ജോർജ് ഇതിലും വലുത് പി സി ജോർജ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നാക്കിൻ്റെ ലൈസൻസ് അദ്ദേഹം നിന്ന് ചവിട്ടേൻ്റെ അടുത്ത് പി സി ജോർജ് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് അതിനടുത്ത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം എന്ന് പറയുന്നത്, അത് ഒരു കുറ്റവാളി ആയിക്കൊള്ളട്ടെ, കുറ്റവാളിയാണെങ്കിലും ആ കുറ്റവാളിക്കും ഈ പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ അതാണ് സ്ഥിതി. നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിയേക്കാം, നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നു വരാം. ആരും അങ്ങനെ ഒന്നും ചെയ്യാതെ കടന്നു വരുന്ന ആൾക്കാരല്ല. പ്രത്യേകിച്ചും ദിവ്യയുടെ ആ ബോഡി ലാംഗ്വേജ് തന്നെ പറഞ്ഞിരുന്നത്, ആ ഒരു പാർട്ടി അവർക്ക് നൽകിയിരുന്നൊരു സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനം വരുത്തി വെച്ച ഒരു മനോനിലയുണ്ട്. അത് അഹങ്കാരമായി മാറ്റം സംഭവിച്ചിട്ട് ഉണ്ടായ വാക്കുകളിലേക്കുള്ള പകർന്നാട്ടമാണ് നമ്മളന്ന് അവിടെ കണ്ടത്. അപ്പോൾ അത് ഈ സ്ത്രീ അറിയുന്നില്ല. പക്ഷെ ഇപ്പോഴത് അവർ റീതിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അയ്യോ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം ആ സ്ത്രീയെ ഇക്കണ്ട രീതിയിൽ തറടിക്കണമെന്നുള്ള അതിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞതിനോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ പറയും. പക്ഷെ ഈ അൺപാർലമെന്ററി എന്ന് പറയുന്ന സൂത്രമുണ്ട്. അത് ഇപ്പോൾ എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പരസ്പരം ഇങ്ങനെ ഹീറ്റി ആർഗ്യുമെന്റ്സ് വരുന്ന സമയത്ത് നമുക്കൊരു പരിധിക്കപ്പുറം വാക്ക് ഉപയോഗിക്കരുത് എന്നുള്ള നമ്മൾ വീണ്ടും ഇത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അവർക്കും മക്കളുണ്ട്. 10ാം ക്ലാസ്സിൽ കുട്ടിക്ക് അമ്മ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെ ആയിക്കൊള്ളട്ടെ. ആ കുട്ടിക്ക് സ്കൂളിൽ പോകണ്ടേ? അപ്പോൾ അതൊക്കെ ഉണ്ട്. അത് നവീൻ ബാബുവിന് 2 മക്കളുള്ളതുകൊണ്ട് ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല. പക്ഷെ അവിടെ ഞാൻ ചിന്തിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് മാറിക്കൊണ്ട് ആ കുടുംബത്തിലേക്ക് നാം വരുന്നത്, അത് വേണോ വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് വിഷയം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഇതേ കാര്യം ദിവ്യം തീരുമാനിക്കണം. കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് അവർ തീരുമാനിക്കണമായിരുന്നു. അതാണ് സംഭവിച്ചത് ഇവിടെ. അത് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന അവർക്കിപ്പം മനസ്സിലായി. നാളെ അവരൊരു പ്രസംഗം ചെയ്യാൻ മടിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊരുക്കിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് അതിന് കടന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് അമിത്ഷായ്ക്കെതിരാണെങ്കിലും നരേന്ദ്രമോദിക്കെതിരാണെങ്കിലും അതുണ്ടാവും. കാരണം ആ നിയമങ്ങൾക്ക് മനുഷ്യന്റെ മൗലികാവകാശങ്ങളെ ഹരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എവിടെ ഉണ്ടായാലും അത് ഡിഫാമേറ്ററി, അത് അങ്ങനെ വരും. അതിന്റെ ശിക്ഷകൾ കൂടി ഞാൻ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണം. ഇല്ലെങ്കിൽ എനിക്കത് പറയാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. 2 എന്ന് പറയുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളാണ്. ആ വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ആ വിവരങ്ങൾ ചോരാനുള്ള സാധ്യത ഇല്ല. അതായത് ഈ ദിവ്യയുടെ മൊബൈൽ ഫോൺ, പേഴ്സണൽ മൊബൈൽ ഫോൺ പരിശോധിച്ചു എന്നാണ് പരിശോധിച്ചിരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പോ ഈ ക്രൈം റിപ്പോർട്ടിംഗ് നിൽക്കുന്ന ആൾക്കാർക്ക്, എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങനെ ക്രൈം റിപ്പോർട്ട് സ്പോർട്സ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ നാൾ വഴികൾ കൃത്യമായിട്ട് അറിയാം. ഇതെന്തൊക്കെയാണ്, ഇപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് എത്ര കസ്റ്റഡിയിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, പിന്നെ ഡോക്ടർക്ക് കൊണ്ടുപോകുന്നതാണ്, ആശുപത്രി കൊണ്ടുപോകുന്നതാണ്, മജിസ്ട്രേറ്റ് മുമ്പിൽ ഇതിനൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരം ഒരുപക്ഷെ അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കാം പോലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം SIT അവരെന്തൊക്കെ ആയിരിക്കാൻ ചെയ്യുന്നുള്ളത് ഇവർക്കറിയാം. അപ്പം അത് വെച്ചിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടും എനിക്ക് മാധ്യമ വാർത്ത ഉണ്ടാക്കാം.
പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ഇത് ചെയ്തു ഇങ്ങനെയാണ്. അപ്പൊ ഇത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിലയിലുള്ള മാധ്യമ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് നാളെ ഇത് ആ ഘട്ടത്തിൽ ഇതൊരിക്കലും ചോരാനുള്ള സാധ്യത തൽക്കാലമില്ല. ഈ ഒരു കേസിൽ എന്തായാലും അതില്ല. നാളെ അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇപ്പം ദിവ്യ ജയിലിൽ കിടന്നു, അവിടെ ഇപ്പോൾ കിടന്ന ദിവസങ്ങളിൽ വല്ലാതെ നിലത്തിരുന്ന ആ വാർത്തകളെല്ലാം, ആ ജയിലിലെ സംഭവവാസങ്ങളെല്ലാം പറഞ്ഞ മാധ്യമങ്ങളുണ്ട്. അത് തൽക്കാലം ആ ജയിലിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ആരും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. അത് കൃത്യമായി തന്നെയുള്ള പുറത്തറിയും. ഇവിടെ തടവുകാർ പുറത്ത് പോകുമ്പോൾ കൂടെ ഉണ്ടാകും, എല്ലാം നമ്മൾ അറിയും. പക്ഷെ ഇതിനോടകം പറഞ്ഞിട്ടുണ്ടാവുന്നത് ശരിയായിക്കൊള്ളൂ നിർബന്ധമില്ല. ഇതൊക്കെ ഒരു ആന്റിസിപ്പേറ്റഡുള്ള ഊഹം വെച്ചിട്ടുള്ള വാർത്തകളായിരിക്കണം സാധ്യത. പക്ഷേ ഈ വഴിയിൽ കൂടിയായിരിക്കാം അന്വേഷണ സംഘം കടന്നു പോയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് കണ്ണൂർ കളക്ടർ ആയിരിക്കാം എന്നൊക്കെ തന്നെ വാർത്തകൾ കേട്ടിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഫോൺ കോൾ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. കണ്ണൂർ കളക്ടറിന്റെ ഒരു സമ്മർദ്ദം ഇപ്പോൾ മറ്റു രണ്ട് കളക്ടറിന്റെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മുഖ്യധാര മാധ്യമങ്ങൾ കണ്ണൂർ കളക്ടറെ വിട്ടു എന്ന് പറഞ്ഞെങ്കിൽ പറയാൻ എനിക്ക് തോന്നുന്നു IAS ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ടു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഇപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥർ IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ നടപടി, അപ്പോൾ ആ നടപടി വരുമ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് കണ്ണൂർ കളക്ടർക്കെതിരെ നടപടി വരുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. കാരണം കണ്ണൂർ കളക്ടറുടെ വളരെ ഗുപ്തമായ ആ ഒരു ചിരി ഉണ്ടായിരുന്നു. ഒരു സിവിൽ നമ്മുടെ IASകാരിൽ നിന്നും സംഭവിക്കേണ്ട ഒന്നല്ലത്. അപ്പോൾ അത് ആ ചിരിയും അവരുടെ വരവും മടങ്ങിപ്പോക്കും ആ വിധേയത്വവും ഒക്കെ നമ്മളോട് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ദിവ്യയ്ക്കും നവീൻ ബാബുവിനും എതിരായി തന്നെയാണ് വരേണ്ടത്. ഇപ്പോൾ രണ്ട് കളക്ടർമാരുടെ ശ്രീജ പറഞ്ഞതുപോലെ രണ്ട് കളക്ടർമാരുടെ വിഷയം നടക്കുന്നു. അതും ചെന്നെത്തുന്നത് പേഴ്സണൽ ഗ്രഡ്ജിലേക്കാണ്. അപ്പോൾ അതൊക്കെ അത് വലിയൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ഏതോ കാരണവശാൽ ഈ നവീൻ ബാബു രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ഉറപ്പായി തന്നെ അന്വേഷണ സംഘം നവീൻ ബാബു അല്ല, കണ്ണൂർ കളക്ടറിനാണ് സാർ ഉദ്ദേശിച്ചത്. നവീൻ ബാബു അല്ല, സോറി, കണ്ണൂർ കളക്ടർ അദ്ദേഹം രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ഉറപ്പായി തന്നെ നാളുകളിൽ ഈ കേസ് നീണ്ടുപോവുകയാണെങ്കിൽ ഇദ്ദേഹവും മറുപടി പറയേണ്ടി വരും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു IASകാരനെ നിങ്ങൾ എങ്ങനെയാണ് ഒരു കുറ്റകൃത്യം കണ്ടുപിടിച്ച് ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകുന്നതെന്നുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശാന്ത് ബ്രോ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത്. നടപടി ഞാൻ കാണട്ടെ. വളരെ ഇന്നലെ വാറോല മാടമ്പള്ളിയിലെ ചിത്രരോഗി ഹു ഇസ് ദാറ്റ് എന്നുള്ള ഇത് നിങ്ങൾ ഓർക്കണം. കേരളം മുഴുവൻ നിങ്ങൾക്ക് യോജിക്കാം, രാഷ്ട്രീയമായി എതിർപക്ഷം നിൽക്കാം. പക്ഷേ ഞാൻ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു വിഭാഗത്തിൽ അതിൻ്റെ അധികാരിയായിരിക്കുന്ന ഒരു മന്ത്രി, ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രി തന്നെയാണ് എൻ്റെ IASലും വലുത്. ആ മന്ത്രിയെ കളിയാക്കുന്ന തരത്തിൽ ഞാൻ ഹു ഇസ് ദാറ്റ് എന്ന് ചോദിച്ചാൽ അത് തെറ്റ്. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്ന് വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് പൊതുസമൂഹത്തിലേക്ക്. അത് ഈ IASകാരിൽ നിന്നും ഉണ്ടാവരുത്. അത് ഗുണകരമല്ല എന്നാണ് നമ്മുടെ ഭാഗം. ഞാനിത് രണ്ട് വാർത്തയും കൂടി ഒന്നിച്ചൊന്ന് വായിച്ചു നോക്കട്ടെ. ഈ നവീൻ ബാബുവിനെ വിമർശിക്കാനായി കണ്ണൂർ കളക്ടറിന് മുന്നിൽ വെച്ച് തന്നെ ഈ PP ദിവ്യ ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കളക്ടർമാർ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം വിമർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിമർശനം ഒന്നായി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇപ്പോൾ ഇവിടെ വിമർശിച്ചവരെ നമ്മൾ ഒപ്പം നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ PP ദിവ്യയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നവീൻ ബാബു എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ എങ്ങനെ മാറി മറിയുമായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മളിപ്പോ കണ്ണൂർ കളക്ടറുടെ വിധേയത്വം പ്രകടമാകുന്നു, വളരെ ഭംഗിയപ്പെടാം. ഇവിടെ വിധേയത്വം പ്രകടിപ്പിക്കുന്ന എത്രയോ കളക്ടർമാരുണ്ട്. ഭരണ സംവിധാനങ്ങളുടെ ഒട്ടി നിന്ന് തന്നെ ചിലപ്പോൾ അവർക്ക് ഇത് മാത്രമല്ല, ഇനി വലിയ വലിയ പദവികൾ അവരെ കാത്തിരിക്കുകയാണ്. ഈ IAS സ്ഥലങ്ങൾ എത്രയോ പദവികൾ, ചിലർ അതിനോടൊപ്പം ചെന്ന് നിന്ന് പോവും, ചിലർ എതിരഭിപ്രായങ്ങൾ പ്രകടമാക്കി പോവും. ചിലപ്പോൾ ഇരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭരണസമിതി ഇരുന്നാലും അവരോട് ഒട്ടി നിന്ന് പോകാനുള്ള സമയം. ഇപ്പോൾ കണ്ണൂർ കളക്ടറെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ വേറിട്ട് തരം നമ്മൾ കാണേണ്ടി വരും. കാരണം ഒരു രാഷ്ട്രീയ മേധാവിത്വത്തെ അതേപടി അവർക്ക് വഴങ്ങി കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. സുജിത് ദാസ് എന്ന് പറയുന്ന ഈ മറ്റൊരാള് ഈ ജീവിതം മുഴുവൻ അങ്ങനെ കഴിഞ്ഞുകൊള്ളാന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അതേ മൈൻഡ് സെറ്റാണ് നവീൻ ബാബുവിൽ കണ്ടത്. നേരെ ഇവിടെ നമുക്ക് സംഭവിച്ച കാര്യം, നമ്മുടെ കളക്ടർ ബ്രോ പ്രശാന്ത് ജയതിലകിൽ ആരോപിക്കുന്ന കാര്യം അതാണ്. അദ്ദേഹം
വളരെ മോശപ്പെട്ട രീതിയിൽ ചില ഫയലുകൾ പിടിച്ചു വയ്ക്കുന്നു, വഴിവിട്ട് സ്വജന പക്ഷപാതത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥന്റെ 18 വർഷം സർവീസ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ മിടുക്കനാണ്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ തന്റെ മേലുദ്യോഗസ്ഥനെ കളിയാക്കുന്ന അല്ലെങ്കിൽ പിന്നെ മോശപ്പെട്ട വാക്കുകളെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന എനിക്ക് അനുവദിച്ചു തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹം തൽക്കാലം തടിഞ്ഞപ്പ് നിൽക്കുന്നത്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇതേപോലെ കണ്ണൂരിന് കളക്ടർ പറയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന്റെ ധാർമ്മികത എന്നൊരു വിഷയമുണ്ട് ഇതിനകത്ത്. അദ്ദേഹം പറഞ്ഞു ഒരു പരിധി വരെ ഇത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വരുമ്പോൾ കയറ്റാതിരിക്കാൻ കഴിയില്ല, ഓക്കെ, കയറ്റാതിരിക്കുന്നില്ല. പക്ഷെ അവര് പറഞ്ഞ കാര്യങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് എടുത്ത് ചർച്ചയ്ക്കിട്ട് 2 or 3 അതെങ്കിലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അത് ചെയ്യാത്തതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ സംശയിക്കുന്നത്. അദ്ദേഹം ഏത് കസേരയിൽ ചെന്നിരുന്നാലും അദ്ദേഹത്തെ ഇത് ഹോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ അത് അങ്ങനെ കാണുള്ളൂ. ഇവൻ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചെടുത്ത് മൗനിയായിരുന്നവനാണല്ലോ എന്നുള്ള ചീത്തപ്പേരയുടെ ഒപ്പം സർവീസ് അവസാനിക്കും വരെ ഉണ്ടാവും. ജനം ഇത് മറക്കാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെ സാഹചര്യം വേറൊന്നാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരാൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റൊരാളെ കടന്നാക്കിയിരിക്കുന്ന കാഴ്ചയാണ്. അത് ഏതളവ്, അത് മറ്റൊരു വിഷയമായതുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത് ഏതാണ്, ഇത് ഒരിക്കലും നല്ല ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കില്ല. മറിച്ച് അവിടെ എന്ന് പറയുന്നത് കളക്ടർക്ക് മേൽ ദിവ്യ ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. അത് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ ജനപ്രതിനിധിയാണ് വലുത്, തർക്കമൊന്നും വേണ്ട. പക്ഷെ എന്നിരുന്നാലും അത് അളവറ്റ രീതിയിൽ കടന്നുപോയതിന്റെ ഒരു തിക്തഫലമാണ് ദിവ്യ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഢാലോചന എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഏത് വർഷമായിരുന്നല്ലോ, അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നീതി എന്ന സത്യം ലഭിക്കട്ടെ എന്ന ആശ്വാസം ലഭിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. നമസ്കാരം.